ഹലോ ഡിയർ ഫ്രണ്ട്സ്, SSC GD കോൺസ്റ്റബിളിന്റെ GKയുടെ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, മിക്സ്ഡ് ടോപ്പിക്സിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അധികം ദിവസങ്ങളില്ല എക്സാമിന്, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ടോപ്പിക് സ്പെസിഫിക് ക്ലാസ്സസ് കുറവായിരിക്കും. കൂടുതൽ സെഷൻസും നമ്മൾ ഇതുപോലെ മിക്സ്ഡ് ടോപ്പിക്സ് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വിത്തൗട്ട് എനി ഫർദർ ഡിലേ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം, The National School of Drama is situated in. National School of Drama എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുംബൈ ആണോ, ന്യൂഡൽഹി ആണോ, ഭോപ്പാൽ ആണോ, അതോ കൊൽക്കത്തയാണോ? നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ന്യൂഡൽഹിയിലാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ അണ്ടർ ആണ്. 1959 സംഗീത് നാടക് അക്കാദമിയുടെ അണ്ടർ സെറ്റപ്പ് ചെയ്തതാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. പിന്നീട് ഇതൊരു ഇൻഡിപെൻഡന്റ് സ്കൂളായി മാറുകയായിരുന്നു 1975. ഓക്കെ, സോ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. What is the objective of Antyodaya program? What is the objective of Antyodaya program? Economic welfare of all citizens, economic welfare of all farmers, economic welfare of all women, economic upliftment of poorest of the poor. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് poorest of the poor ആണ്. ഓക്കെ, ഈ അന്ത്യോദയ പ്രോഗ്രാമിന്റെ ആക്ച്വൽ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ദീൻ ദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജന എന്നാണ്. ദീൻ ദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജന. ഓക്കെ, ഇതിന്റെ ഷോർട്ട് ഫോം ഡേ എന്നാണ്, DAY എന്നാണ്. ഓക്കെ, ഇത് 1999 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിന്റെ പേര് സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന എന്നായിരുന്നു. സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന എന്നായിരുന്നു. പിന്നീട് 2011 ഇത് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആയി മാറി. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഇത് ദീൻ ദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയായി മെർജ് ചെയ്തത്. സോ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ് അന്ത്യോദയ പ്രോഗ്രാമിന്റെ? ഇക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് പുവറസ്റ്റ് ഓഫ് ദി പുവർ ആണ്. താൽച്ചർ ഇസ് ഫേമസ് ഫോർ വിച്ച് മിനറൽ? താൽച്ചർ എന്ന് പറയുന്നത് ഒഡീഷയിലെ അങ്കുൽ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ് താൽച്ചർ. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഫേമസ്? കോൾ, ഗോൾഡ്, ബോക്സൈറ്റ് ഓർ അയൺ പ്രൊഡക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഫേമസ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. കോളിന് വേണ്ടിയിട്ടാണ് താൽച്ചർ ഫേമസ്. സ്ഥലം പറഞ്ഞു, ഒഡീഷയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് കോൾ റിസർവ് ഉള്ളത് ഈ താൽച്ചറിലാണ്. ഓക്കെ, സോ താൽച്ചർ ഇസ് ഫേമസ് ഫോർ കോൾ. അടുത്ത ചോദ്യം, വിച്ച് ഇസ് ദ ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഇൻ ഇന്ത്യ? ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ്, സ്പോർട്സിന്റെ മേഖലയിൽ ഏറ്റവും ഹയസ്റ്റ് അവാർഡ് ഏതാണ്? ഭാരത് രത്ന, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്, ദ്രോണാചാര്യ അവാർഡ്, അർജുന അവാർഡ്. ഇതിൽ ഏത് അവാർഡാണ് ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഇൻ ഇന്ത്യ? ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഇൻ ഇന്ത്യ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ആണ്. നമുക്കറിയാം റീസെന്റ് ഇതിന്റെ പേര് മാറ്റി മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ രാജീവ് ഗാന്ധി എന്നുള്ള പേര് മാറ്റിയിട്ട് അവിടെ മേജർ ധ്യാൻ ചന്ദ് എന്നാക്കിയിട്ടുണ്ട്. സോ ഇതാണ് ഇപ്പോൾ ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഇൻ ഇന്ത്യ. ആദ്യമായിട്ട് ഇത് കിട്ടിയത് വിശ്വനാഥൻ ആനന്ദിനാണ്. ചെസ് പ്ലെയർ ആയ വിശ്വനാഥൻ ആനന്ദിനാണ് ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കിട്ടുന്നത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് റിവർ ഇസ് അസോസിയേറ്റഡ് വിത്ത് സർദാർ സരോവർ പ്രൊജക്ട്? സർദാർ സരോവർ പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിവർ ഏതാണ്? ഗംഗ, ബ്രഹ്മപുത്ര, നർമ്മദ ഓർ കൃഷ്ണ? ഇതിൽ ഏത് നദിയാണ് സർദാർ സരോവർ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നർമ്മദയിലാണ്. ഓക്കെ, നർമ്മദ റിവറിലാണ്. ആറാമത്തെ ചോദ്യം നോക്കാം. ഫോർമോസ ഇസ് എ ഓൾഡ് നെയിം ഓഫ് വിച്ച് കൺട്രി? ഫോർമോസ എന്ന് പറയുന്നത് ഏത് കൺട്രിയുടെ പഴയ പേരാണ്? ചൈന, ജപ്പാൻ, തായ്വാൻ ഓർ ബാംഗ്ലാദേശ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തായ്വാനിന്റെ പഴയ പേരാണ് ഫോർമോസ. സോ ഇതുപോലെയുള്ള പഴയ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. മ്യാൻമാറിന്റെ പഴയ പേര് എന്താണ്? ബർമ എന്നാണ്. ഓക്കെ, സിംബാബ്വേയുടെ പഴയ പേര് എന്താണ്? റോഡേഷ്യ എന്നാണ്. ശ്രീലങ്കയുടെ പഴയ പേര് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്താണ്? സിലോൺ എന്നാണ്. ഓക്കെ, ഇസ്താൻബുളിന്റെ പഴയ പേര് കോൺസ്റ്റാന്റിനോപ്പോൾ എന്നാണ്. നെതർലാൻഡ്സിന്റെ പഴയ പേരാണ് ഹോളണ്ട്. അതുപോലെ തന്നെ ജപ്പാന്റെ പഴയ പേര് നിപ്പോൺ എന്നാണ്. ഇറാന്റെ പേർഷ്യ എന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ പഴയ പേരുകളുണ്ട്, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഫോർമോസ എന്ന് പറയുന്നത് തായ്വാനിന്റെ പഴയ പേരാണ്. ഓക്കെ,
Who was the first woman to climb Mount Everest? First woman to climb Mount Everest. Mary Jo Spearrick, Bachendri Pal, Junko Tabi, ഫ്ലോറൻസ് ഗ്രിഫിത്ത് ജോയ്നർ. ഇതിൽ ആരാണ് ആദ്യത്തെ വനിത മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിത ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജുൻകോ ടാബിയാണ്. ജാപ്പനീസുകാരിയായ ജുൻകോ ടാബിയാണ് ആദ്യത്തെ വനിത മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത്. ഇതിനോട് ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ് എഡ്മണ്ട് ഹിലറി ആൻഡ് തെൻസിംഗ് നോർഗെയാണ്. 1953 ഓക്കെ. സോ ഫസ്റ്റ് പേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്മണ്ട് ഹിലറി ആൻഡ് തെൻസിംഗ് നോർഗെയാണ്. ഫസ്റ്റ് ഇന്ത്യൻ വിമൺ ചോദിച്ചു കഴിഞ്ഞാൽ ബച്ചേന്ദ്രി പാലാണ്. ഓക്കെ, ബച്ചേന്ദ്രി പാലാണ് ആദ്യത്തെ ഇന്ത്യൻ വനിത മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത്. ഇനി യങ്ങസ്റ്റ് ഗേൾ ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ് ചോദിച്ചാൽ പൂർണ്ണ മലാവത്ത് ആണ്. ഓക്കെ, പൂർണ്ണ മലാവത്ത് ആണ് യങ്ങസ്റ്റ് ഗേൾ ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ്. 13 ഇയേഴ്സിലാണ് പൂർണ്ണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത്. അടുത്ത ചോദ്യം, അർജുന അവാർഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ. അർജുന അവാർഡ് ഇതും സ്പോർട്സിന്റെ മേഖലയിൽ കൊടുക്കുന്ന അവാർഡാണെന്ന് നമുക്കറിയാം. സോ ഈ അർജുന അവാർഡ് കൊടുത്തു തുടങ്ങിയത് എപ്പോ തൊട്ടാണ്? 1960, 1961, 1962 or 1963. ഫസ്റ്റ് ടൈം അർജുന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കൊടുത്തു തുടങ്ങിയതും 1961 ഓക്കെ. ഫസ്റ്റ് അർജുന അവാർഡ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ 1961. Who is the father of www? നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ പല പ്രാവശ്യം www.gmail.com, www.facebook.com അങ്ങനെ പല സൈറ്റിന്റെയും അഡ്രസ് കൊടുക്കാറുണ്ട്. വേൾഡ് വൈഡ് വെബ് എന്നാണ് ഈ wwwന്റെ അർത്ഥം എന്നും നമുക്കറിയാം. എന്നാൽ ഇതിന്റെ ഫാദർ ആരാണ്? എലൻ ഫിയാങ്, ടിം ബേർണേഴ്സ്-ലീ, ചാൾസ് ബാബേജ് ഓർ ബിൽ ഗേറ്റ്സ്? ആരാണ്? ഹു ഇസ് ദ ഫാദർ ഓഫ് www? wwwന്റെ ഫാദർ ഓപ്ഷൻ ബി ടിം ബേർണേഴ്സ്-ലീ ആണ്. ഓക്കെ, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആണ് ചാൾസ് ബാബേജ്. കൗട്ടില്യ വാസ് an author of theology, ethics, ethology or economics. കൗട്ടില്യ വാസ് ദി ഓഥർ ഓഫ് ഏത് മേഖലയിലായിരുന്നു ഇദ്ദേഹം ഓഥർ? ആരായിരുന്നു കൗട്ടില്യ? കൗട്ടില്യ തന്നെയാണ് നമ്മുടെ ചാണക്യൻ എന്നും നമ്മൾ വിഷ്ണുഗുപ്ത എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹം നമുക്ക് മെയിൻ ആയിട്ട് അറിയാവുന്നത് ഇദ്ദേഹം എഴുതിയ ഒരു ബുക്കിന്റെ ബേസിസിലാണ്. ഇദ്ദേഹം എഴുതിയ വളരെ ഫേമസ് ബുക്കാണ് അർത്ഥശാസ്ത്ര, അല്ലെ? സോ ഹി റോഡ് അർത്ഥശാസ്ത്ര. സോ ഓപ്ഷൻ ഡി എക്കണോമിക്സിന്റെ ഒരു ഓഥർ ആയിരുന്നു. എക്കണോമിക്സും പൊളിറ്റിക്സിലും. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യയുടെ ഒരു ഫ്രണ്ടും ഉപദേശിയുമായിരുന്നു കൗട്ടില്യ. ഓക്കെ, ചാണക്യ, വിഷ്ണുഗുപ്ത എന്നൊക്കെ പറയുന്ന ഇദ്ദേഹത്തിന് തന്നെ മറ്റു പേരുകളാണ്. From which part of opium plant do we get morphine? Morphine കിട്ടുന്നത് ഓപ്പിയത്തിന്റെ ഏത് പാർട്ടിൽ നിന്നാണ്? ഫ്രൂട്ട് കോട്ട്, സ്റ്റെം, റൂട്ട് ഓർ ലീവ്സ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഫ്രൂട്ട് കോട്ടിൽ നിന്നാണ് മോർഫിൻ കിട്ടുന്നത്. അടുത്ത ചോദ്യം, where is the first operational emergency landing facility available for Indian Air Force? Indian Air Forceന്റെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി എവിടെയാണ്? ഇത് റീസെന്റ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് ആണിത്. രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിയും കൂടി ഇനോഗ്രേറ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു ന്യൂസിൽ. NH-44 ആണോ, NH-44A ആണോ, NH-771 ആണോ, NH-925A ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. NH-925A ഫസ്റ്റ് ഓപ്പറേഷണൽ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഫോർ ഇന്ത്യൻ എയർഫോഴ്സ്. ഓക്കെ. In which state are Khasi and Jaintia Hills located? Khasi and Jaintia Hills ഇത് ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ, മണിപ്പൂർ, മിസോറം ഓർ ത്രിപുര? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മേഘാലയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ കൂടി ഇതിനൊരു നാച്ചുറൽ ഒരു ബോർഡർ പോലെ ഈ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ പോലെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. അതാണ് നമ്മുടെ ദൗക്കി നദി അല്ലെങ്കിൽ ഉംഗോട്ട് നദി എന്ന് പറയുന്ന നദി. ഓക്കെ, ഈ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലേക്ക് അതുപോലെ തന്നെ ഏഷ്യയിലേക്കും വെച്ച് ഏറ്റവും ക്ലിയറസ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമുള്ളത്, അതായത് ക്ലീനസ്റ്റ് റിവർ ഇൻ ഇന്ത്യ ആൻഡ് ഏഷ്യ ആണ് ദൗക്കി നദി. ഓക്കെ, അല്ലെങ്കിൽ ഉംഗോട്ട്
നദി എന്ന് പറയുന്നത്. ഇതും മേഘാലയയിൽ തന്നെയാണ്. ഈ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഇത് ഒഴുകുന്നത്. ഓക്കെ, സോ ഖാസി ആൻഡ് ജൈന്തിയ ഹിൽസ് എവിടെയാണ്? മേഘാലയയിലാണ്. Question number 14. Article 370 of the Constitution was applicable on which state? Special status. ചില സ്റ്റേറ്റ്സിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ആർട്ടിക്കിൾ 370. അത് ഏത് സ്റ്റേറ്റിനുള്ളതാണ്? ജമ്മു ആൻഡ് കശ്മീർ, നാഗാലാൻഡ്, മണിപ്പൂർ ഓർ മിസോറാം. ഇതിൽ ഏത് സ്റ്റേറ്റിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകിയിരുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 370. നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നതാണ്, വളരെയധികം ചർച്ചയിലുണ്ടായിരുന്ന ഒരു വിഷയമാണ് അല്ലെ. ഏതാണ്? ജമ്മു ആൻഡ് കശ്മീർ അല്ലെ. ജമ്മു ആൻഡ് കശ്മീർ ആർട്ടിക്കിൾ 370 പിൻവലിക്കുകയും അതിനെ ഒരു യൂണിയൻ ടെറിട്ടറിയായി മാറ്റുകയും ചെയ്തിരുന്നു അല്ലെ. ജമ്മു ആൻഡ് കശ്മീർ ആൻഡ് ലഡാക്ക് എന്ന് പറഞ്ഞ് രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആയി മാറുകയായിരുന്നു. സോ ശരിയായ ഉത്തരം ജമ്മു ആൻഡ് കശ്മീർ ആണ്. സോ ഇതാണ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓൺ സ്പെഷ്യൽ പ്രൊവിഷൻസ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു ആൻഡ് കശ്മീരിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിരുന്നു. 371 പ്രകാരം മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്തിന്, 371A പ്രകാരം നാഗാലാൻഡ്, 371B പ്രകാരം ആസാം, സി പ്രകാരം മണിപ്പൂർ, 371D പ്രകാരം ആന്ധ്രാപ്രദേശ്, 371E പ്രകാരം എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻ ആന്ധ്രാപ്രദേശ്, 371F പ്രകാരം സ്പെഷ്യൽ പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ടു സ്റ്റേറ്റ് ഓഫ് സിക്കിം, ജി പ്രകാരം മിസോറാം, എച്ച് പ്രകാരം അരുണാചൽ പ്രദേശ്, ഐ പ്രകാരം സ്റ്റേറ്റ് ഓഫ് ഗോവ ആൻഡ് ജെ പ്രകാരം കർണാടക. ഓക്കെ, അപ്പൊ ഇത് പഠിച്ചു വെക്കുക. അതിൽ മെയിൻ ആയിട്ട് നമ്മളിപ്പോ 370 പറയാൻ കാരണം ന്യൂസിൽ ഒരുപാട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ചോദിക്കുന്നത് പോലെ മീൻസ് അത് ഇപ്പൊ ന്യൂസിൽ ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളതും വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അത് ഈ ലിസ്റ്റ് പഠിച്ചു വെക്കുക. 15ാമത്തെ ചോദ്യം നോക്കാം. When was the Indian Constitution adopted? Okay, when was the Indian Constitution adopted? January 26, 1949, January 26, 1950, November 26, 1949, December 31st, 1949. ഇതിൽ എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. നവംബർ 26, 1949 ആണ്. പലർക്കും തെറ്റാറുണ്ട്. പലരും 26 ജാനുവരി 1950 കൊടുക്കാറുണ്ട്. 26 ജാനുവരി 1950 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് കെയിം ഇൻ ടു എഫക്റ്റ് ആണ്. ഓക്കെ, ഇത് അഡോപ്റ്റ് ചെയ്തത്, നമ്മൾ ഇതിനെ സ്വീകരിച്ചത് നവംബർ 26, 1949 ആണ്. ഓക്കെ, the most famous center for education in Mauryan period. Mauryan പീരീഡിൽ ഉണ്ടായിരുന്ന ഫേമസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ്, ഫേമസ് സെന്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉജ്ജയിൻ ആണോ, വൈശാലി ആണോ, തക്ഷശിലയാണോ, അതോ നളന്ദയാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തക്ഷശിലയാണ്. ഓക്കെ, തക്ഷശിലയാണ് മൗര്യൻ ടൈമിൽ ഉണ്ടായിരുന്ന ഫേമസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫേമസ് റൂളർ ഓഫ് കുഷാൻ ഡൈനസ്റ്റി. കുഷാൻ ഡൈനസ്റ്റിയുടെ ഫേമസ് റൂളർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കനിഷ്ക, ബിന്ദുസാര, ഹർഷവർദ്ധൻ ഓർ പൃഥ്വിരാജ് ചൗഹാൻ. ഇതിൽ ആരാണ് കുഷാൻ ഡൈനസ്റ്റിയുടെ ഫേമസ് റൂളർ? കുഷാൻ ഡൈനസ്റ്റിയുടെ ഫേമസ് റൂളർ ആണ് ഓപ്ഷൻ എ, കനിഷ്ക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പല ഡൈനസ്റ്റീസിന്റെയും ഫൗണ്ടർ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഈ കുഷാൻ ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഷാൻ ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ കുജൂൽ കാഡ്ഫിസിസ് ആണ്. ഓക്കെ, കുജൂൽ കാഡ്ഫിസിസ് ആയിരുന്നു കുഷാൻ ഡൈനസ്റ്റിയുടെ സ്ഥാപകൻ. ഓക്കെ, ഇനി ബാക്കിയുള്ള റൂളേഴ്സ് ഏതൊക്കെ ഡൈനസ്റ്റിയുടെയാണ്? ബിന്ദുസാര എന്ന് പറയുന്നത് മൗര്യൻ ഡൈനസ്റ്റിയുടെ റൂളർ ആയിരുന്നു. അതുപോലെ തന്നെ ഹർഷവർദ്ധൻ എന്ന് പറയുന്നത് വർദ്ധന ഡൈനസ്റ്റിയുടെ ഒരു ഫേമസ് റൂളർ ആയിരുന്നു. അതുപോലെ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്നത് അദ്ദേഹം ചൗഹാൻ ഡൈനസ്റ്റി അല്ലെങ്കിൽ ചഹ്മൻ ഡൈനസ്റ്റിയുടെ ഒരു ഫേമസ് റൂളർ ആയിരുന്നു. ഓക്കെ, സോ കുഷാൻ ഡൈനസ്റ്റിയുടെ റൂളർ ആരായിരുന്നു? കുഷാൻ ഡൈനസ്റ്റിയുടെ റൂളർ കനിഷ്കയായിരുന്നു. Which Mauryan ruler conquered the Deccan? മൗര്യൻ റൂളേഴ്സ്, ഏത് മൗര്യൻ റൂളറാണ് ഡെക്കൻ റീജിയൻ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നത് എന്നാണ് ചോദിക്കുന്നത്. ബിന്ദുസാര, അശോക, ചന്ദ്രഗുപ്ത മൗര്യ ഓർ കുനാല? മൗര്യൻ ഡൈനസ്റ്റിയുടെ സ്ഥാപകനായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യ. അതിന് മുമ്പുണ്ടായിരുന്ന ഡൈനസ്റ്റി നന്ദ ഡൈനസ്റ്റിയാണ്. നന്ദ ഡൈനസ്റ്റിയുടെ ധനാനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം മൗര്യ ഡൈനസ്റ്റി സ്ഥാപിച്ചത്.
ഓക്കെ, അദ്ദേഹത്തിനെ പറ്റി മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ ടൈമിലാണ് മഗസ്തനീസ് ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹം ഒരു ഗ്രീക്ക് അംബാസിഡർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ഇദ്ദേഹത്തിന്റെ ടൈമിലായിരുന്നു. പിന്നെ ചാണക്യൻ, അത് ഇദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടും ഒരു കൗൺസിലറുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മകനായിരുന്നു ബിന്ദുസാര. ബിന്ദുസാരയെ പറ്റി ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഡെക്കൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ബിന്ദുസാരയാണ്. ഡെക്കൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തത് ബിന്ദുസാരയാണ്. ബിന്ദുസാരയുടെ മകനായിരുന്നു അശോക ചക്രവർത്തി. അശോക ചക്രവർത്തിയെ പഠിക്കാൻ പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കലിംഗ വോർ ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ചില പില്ലർ എഡിക്ട്സ് ഒക്കെ ഉണ്ട്, റോക്ക് എഡിക്ട്സ് ഒക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ബുദ്ധിസം സ്വീകരിക്കുകയും അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി കുണാലെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ലേറ്റർ മൗര്യൻ റൂളർ ആയിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയ റോൾ ഒന്നുമില്ല ഇദ്ദേഹത്തിന്. ഓക്കെ, സോ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് മൗര്യൻ ഡൈനസ്റ്റിയിൽ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് 3 റൂളേഴ്സിനെ പറ്റിയാണ്. ഒന്ന് സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യ, പിന്നെ അദ്ദേഹത്തിന്റെ മകനായ ബിന്ദുസാര. ഇദ്ദേഹമാണ് ഡെക്കനിൽ മൈസൂർ വരെ കോൺകർ ചെയ്തത്, എക്സ്റ്റെൻഡ് ചെയ്തത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകനായ അശോക ചക്രവർത്തി. ഓക്കെ, ഇനി മറ്റൊരു റൂളർ ഉണ്ട് ബിംബിസാര. ബിംബിസാരയും ബിന്ദുസാരയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആകരുത്. അശോക ചക്രവർത്തിയുടെ പിതാവും അതുപോലെ തന്നെ മൗര്യൻ റൂളറുമായിരുന്നു ബിന്ദുസാര. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് മുഗൾ എംപറർ കൺസ്ട്രക്റ്റഡ് ബുലന്ദ് ദർവാസ അറ്റ് ഫത്തേഹ്പൂർ സിക്രി? ഇതിൽ ആരാണ്, ഏത് മുഗൾ എംപറർ ആണ് ബുലന്ദ് ദർവാസ പണിയിച്ചത് ഫത്തേഹ്പൂർ സിക്രിയിലെ? ഷാജഹാൻ, അക്ബർ, ഔറംഗസേബ് ഓർ ഹുമായൂൺ? ബുലന്ദ് ദർവാസ പണിയിച്ചത് അക്ബർ ആണ്. ഓക്കെ, ഗുജറാത്ത് വിക്ടറിക്ക് ശേഷം അദ്ദേഹം പണിയിച്ചതാണ് ഈ ബുലന്ദ് ദർവാസ എന്ന് പറയുന്നത്. ഔറംഗസേബിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബീബി കാ മക്ബറ എന്ന് പറയുന്ന ഒരു മോണ്യുമെന്റ് ആണ് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ. ഷാജഹാനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ് ഫോർട്ട്, താജ്മഹൽ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ്. ഓക്കെ, സോ ബുലന്ദ് ദർവാസ ആരാണ് പണിയിച്ചത്? അക്ബർ ആണ് പണിയിച്ചത്. സ്ട്രേറ്റ് ദാറ്റ് കണക്ട്സ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഇന്ത്യ ആൻഡ് ശ്രീലങ്കയെ കണക്ട് ചെയ്യുന്ന ആ ഒരു പീസ് ഓഫ് ലാൻഡ്, സ്മോൾ നാരോ പീസ് ഓഫ് ലാൻഡ്, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാരിസ് സ്ട്രേറ്റ്, കുക്ക് സ്ട്രേറ്റ്, പാർക്ക് സ്ട്രേറ്റ് ഓർ ഫോർമോസ സ്ട്രേറ്റ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. പാർക്ക് സ്ട്രേറ്റ് ആണ് ഇന്ത്യ ആൻഡ് ശ്രീലങ്കയെ കണക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് were held in. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ വെച്ചായിരുന്നു? ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ ഓർ ഇറാൻ? ഇവിടെ വെച്ചാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്, 1951-ലാണ്. ഓക്കെ, 1951-ലാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ്, അത് ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. ഇതുപോലെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെ വെച്ചാണെന്ന്. അപ്പൊ ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് 1930-ലാണ് നടക്കുന്നത്. 1930-ലാണ് നടക്കുന്നത്. അത് കാനഡയിൽ വെച്ചാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ സി എന്ന് ഓർത്താൽ മതി. കോമൺവെൽത്തിന്റെയും സി ആണ്, കാനഡയും സി ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. അപ്പൊ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ആദ്യമായിട്ട് ഇന്ത്യയിലാണ്. വിൽറ്റിംഗ് ഇൻ പ്ലാന്റ്സ് ഒക്കേർ ഡ്യൂ ടു. വിൽറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെടികൾ ഇങ്ങനെ വാടി താഴ്ന്നു നടക്കുന്ന കാണില്ലേ, അതിന് കാരണം എന്താണ്? ബ്ലോക്കേജ് ഓഫ് സൈലം, ബ്ലോക്കേജ് ഓഫ് ഫ്ലോയം, ബോത്ത് എ ആൻഡ് ബി, പിത്ത് ഇസ് റിമൂവ്ഡ്. ഇതിൽ ഏതാണ് കാരണം? സൈലം എന്ന് പറയുന്നതാണ് വെള്ളം ക്യാരി ചെയ്യുന്നത്, അല്ലെ? സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ വിച്ച് ക്യാരി വാട്ടർ, അതാണ് സൈലം. ഫുഡ് ക്യാരി ചെയ്യുന്നത് ഫ്ലോയമാണ്. വിൽറ്റിംഗ് നടക്കുന്നത് വെള്ളമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ബ്ലോക്കേജ് ഓഫ് സൈലം കാരണമാണ് ചെടികൾ വാടിത്തളർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് അവർ ഗാലക്സി? ഷേപ്പ് ഓഫ് അവർ ഗാലക്സി, നമ്മുടെ ഗാലക്സി ഏതാണ്? മിൽക്കി വേ ആണ്, അല്ലെ? നമ്മുടെ ഗാലക്സിയുടെ പേര് മിൽക്കി വേ എന്നാണ്. നമ്മുടെ ഗാലക്സിയുടെ ഷേപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കിൾ ആണോ, സ്പൈറൽ ആണോ, എലിപ്സോയിഡ് ആണോ, അതോ ഇറഗുലർ ഷേപ്പ് ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്പൈറൽ ആണ്. നമ്മുടെ ഗാലക്സി അതായത് മിൽക്കി വേയുടെ ഷേപ്പ് സ്പൈറൽ ആണ്. 25-ാമത്തെ ചോദ്യം, ദ മിനിമം ഏജ് ലിമിറ്റ് ഫോർ മെമ്പർഷിപ്പ് ഓഫ് വിധാൻ പരിഷത്ത്. വിധാൻ പരിഷത്തിന്റെ ഒരു മെമ്പർ ആകാനുള്ള മിനിമം ഏജ് എത്രയാണ്? 21, 25, 30 ഓർ 35? വിധാൻ പരിഷത്തിന്റെ കേട്ടോ. അപ്പൊ വിധാൻ പരിഷത്തും അതുപോലെ തന്നെ വിധാൻ സഭയും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. വിധാൻ പരിഷത്തിന്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി 30 ആണ്. വിധാൻ പരിഷത്തിന്റെയും രാജ്യസഭയുടെയും
അതായത് വിധാൻ പരിഷത്തിനെ തന്നെയാണ് നമ്മൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിധാൻ പരിഷത്ത്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ രാജ്യസഭ എന്നാണ് ചോദ്യത്തിലുള്ളതെങ്കിൽ 30 ആണ് മിനിമം ഏജ്. അതല്ല വിധാൻസഭ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതും അല്ലെങ്കിൽ ലോക്സഭ എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ശരിയായ ഉത്തരം എന്തായിരിക്കും? അവിടുത്തെ മിനിമം ഏജ് 25 ഇയേഴ്സ് ആണ്. ഓക്കെ, പിന്നെ ഈ 35 ഇയേഴ്സ് എന്ന് പറയുന്നത് എന്തിന്റെയാണെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആകാനുള്ളത് അല്ലെങ്കിൽ ഗവർണർ ആവാനുള്ള മിനിമം ഏജ് ആണ് 35 എന്ന് പറയുന്നത്. സോ വിധാൻ പരിഷത്തിന്റെ മെമ്പർ ആകാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 30 ഇയേഴ്സ് ആണ്. ഹു ഇഷ്യൂസ് കറൻസി നോട്ട്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നോട്ട് അടിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിന്റെ റൈറ്റ് അത് ആർക്കാണ്? SBI, RBI, ICICI, നൺ ഓഫ് ദീസ്. നമുക്കറിയാം നോട്ട് അടിക്കാനുള്ള അവകാശം RBIക്കാണ്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. എന്നാൽ കോയിൻസിന്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിലോ, കോയിൻസ് മിന്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ അല്ലെങ്കിൽ റൈറ്റ് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കാണ്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് കോയിൻസ് അടിക്കുന്നത്. RBI നോട്ട് അടിക്കുന്നുണ്ട്, പക്ഷെ കോയിൻസ് ഉണ്ടാക്കാനുള്ള റൈറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടേതാണ്. ഓക്കെ, ഇനി അത് എവിടേക്ക് വെച്ചിട്ടാണ് ഈ കോയിൻസ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ 4 സ്ഥലങ്ങളിലാണ്. ഒന്ന് മുംബൈ, കാൽക്കട്ട, ഹൈദരാബാദ് ആൻഡ് ഉത്തർപ്രദേശ്. ഓക്കെ, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ് ആൻഡ് ഉത്തർപ്രദേശ്, ഈ 4 സ്ഥലങ്ങളിലാണ് കോയിൻസ് മിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോട്ടുകൾ നമ്മൾ പറഞ്ഞു RBI ആണെന്ന്. എന്നാൽ 1 റുപ്പി നോട്ട് മാത്രം അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് അത് അടിക്കുന്നത്. ഓക്കെ, സോ 1 റുപ്പി നോട്ട്സ് ആണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടതെങ്കിൽ അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം 1 റുപ്പി നോട്ടിൽ സൈൻ ചെയ്യുന്നത് ഫിനാൻസ് സെക്രട്ടറി ആണ്. ബാക്കിയുള്ള നോട്ടിൽ ആരാണ് സൈൻ ചെയ്തിരിക്കുന്നത്? RBI ഗവർണർ ആണ് സൈൻ ചെയ്യുന്നത് അല്ലെ. എന്നാൽ 1 റുപ്പി നോട്ടിൽ സൈൻ ചെയ്യുന്നത് ഫിനാൻസ് സെക്രട്ടറി ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ ഇത്രയും പോയിന്റ്സ്? അപ്പൊ നോട്ട്സ് ഇറക്കുന്നത് RBI ആണ്. അതിലും 1 റുപ്പി നോട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടർ വരുന്ന മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻസ് സെക്രട്ടറി ആണ് അതിൽ സൈൻ ചെയ്യുന്നത്. കോയിൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ് മിന്റ് ചെയ്തെടുക്കുന്നത്. 4 സ്ഥലങ്ങളിലാണുള്ളത്: മുംബൈ, കാൽക്കട്ട, ഹൈദരാബാദ് ആൻഡ് ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം: ഇൻ വിച്ച് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിഡ് മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ് സ്പ്ലിറ്റ്? ഇന്ത്യൻ കോൺഗ്രസ് നമുക്കറിയാം അതിന്റെ അകത്ത് മിതവാദികളും തീവ്രവാദികളും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇവര് തമ്മിൽ വിഭജിച്ചത്, സ്പ്ലിറ്റ് ചെയ്തത് ഏത് സെഷനിൽ വെച്ചാണ്? നാഗ്പൂർ സെഷൻ, സൂറത്ത് സെഷൻ, അലഹബാദ് സെഷൻ ഓർ കാൽക്കട്ട സെഷൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി സൂറത്ത് ആണ്. ഇതിന് നമ്മൾ പറയുന്നത് തന്നെ സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ 1907 സൂറത്ത് സ്പ്ലിറ്റിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറിയത്. ഓക്കെ, ഇനി ഈ സെഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിക്കാം. അതായത് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്സ് സ്പ്ലിറ്റ് ചെയ്ത സൂറത്ത് സെഷനിലെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദ്യം. അതിന്റെ ആൻസർ രാജ് ബിഹാരി ഘോഷ് ആണ്. രാജ് ബിഹാരി ഘോഷ് ആണ്. ഈ സമയത്ത് എക്സ്ട്രീമിസ്റ്റിന്റെ ലീഡർ ആയിരുന്നു ലാൽ ബാൽ പാൽ. ആരാണ് ഈ ലാൽ ബാൽ പാൽ? ലാലാ ലാജ്പത് റായ്, ബാലഗംഗാധർ തിലക് ആൻഡ് ബിപിൻ ചന്ദ്രപാൽ. മോഡറേറ്റ്സിന്റെ ലീഡർ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കാം. സൂറത്ത് സ്പ്ലിറ്റ് 1907, ഇതിൽ വെച്ചാണ് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്സ് ആയിട്ട് മാറിയത്. ഇതിന്റെ പ്രസിഡന്റ് രാജ് ബിഹാരി ഘോഷ് ആയിരുന്നു. Next question: where is the National Environmental Research Institute located? National Environmental Research Institute, Nagpur, Delhi, Jaipur or Mumbai? ശരിയായ ഉത്തരം ഓപ്ഷൻ എ നാഗ്പൂർ ആണ്. നാഗ്പൂരിലാണ് നാഷണൽ എൻവയൺമെന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. What is the name of the space shuttle that crashed, killing 7 astronauts including Kalpana Chawla? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ആണ് അല്ലെ. നാസ വിട്ട ഒരു സ്പേസ് ഷട്ടിൽ അത് തിരിച്ച് അതായത് എർത്തിലോട്ട് വരുന്ന സമയത്ത് അത് ക്രാഷ് ചെയ്തു അല്ലെ. ആൻഡ് അതിലുണ്ടായിരുന്ന 7 ആസ്ട്രോനോട്ട്സും മരിച്ചു. അതിലൊന്നായിരുന്നു കൽപ്പന ചൗള. അത് ഏത് സ്പേസ് ഷട്ടിൽ ആയിരുന്നു? കൊളംബിയ, ചലഞ്ചർ, ഡിസ്കവറി, നൺ ഓഫ് ദീസ്? ഏതായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. കൊളംബിയ ആണ് ക്രാഷ് ചെയ്തത്. കൊളംബിയ ക്രാഷ് ചെയ്തതിലാണ് കൽപ്പന ചൗള മരണപ്പെട്ടത്. എന്നാണ് ഇത് ക്രാഷ് ചെയ്തത്? 1 ഫെബ്രുവരി 2003 1 ഫെബ്രുവരി 2003. Where did India conduct its first underground nuclear test? ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റ് ഇന്ത്യയിൽ നടത്തിയത് എവിടെ വെച്ചിട്ടാണ്? രാജസ്ഥാൻ,
ഗുജറാത്ത്, കേരള ഓർ തമിഴ്നാടു. എവിടെ വെച്ചാണ് നടത്തിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം, പോഖ്രാനിൽ വെച്ചിട്ടാണ്. രാജസ്ഥാനിലെ പോഖ്രാനിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത്. 18th May 1974 18th May 1974 ഈ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത് പോഖ്രാനിൽ വെച്ചിട്ട്. തിക്നെസ് ഓഫ് ട്രോപ്പോസ്ഫിയർ ഇൻക്രീസസ് ഇൻ വിച്ച് സീസൺ? നമുക്കറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ നമ്മൾ പല ലെയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ട്രോപ്പോസ്ഫിയർ ഉണ്ട്, എർത്തിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പല ലെയറുമായിട്ട് പല സ്ട്രാറ്റ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് ട്രോപ്പോസ്ഫിയർ ഏറ്റവും അടുത്ത് വരുന്ന ലെയർ ആണ് നമ്മുടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതിന്റെ തിക്നെസ് ഒരു പർട്ടിക്കുലർ സീസണിൽ കൂടും. ഓക്കെ, അത് ഏത് സീസൺ ആണ്? സമ്മർ, വിന്റർ, ഓട്ടം ഓർ സ്പ്രിംഗ് സീസൺ? ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. സമ്മർ സീസണിൽ ഈ ട്രോപ്പോസ്ഫിയറിന്റെ തിക്നെസ് കൂടും, കാരണം ഇതിൽ വാട്ടർ വേപ്പർ കൂടുതലായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് സമ്മർ സീസണിൽ ട്രോപ്പോസ്ഫിയറിന്റെ തിക്നെസ് കൂടും. Resolution 1373 to counter terrorism is associated with which organization? തീവ്രവാദത്തിന്റെ അഗെയിൻസ്റ്റ് ഒരു റെസൊല്യൂഷൻ ആണ് റെസൊല്യൂഷൻ 1373. അത് ഏത് ഓർഗനൈസേഷന്റെ റെസൊല്യൂഷൻ ആണ്? റെസൊല്യൂഷൻ 1373 RBI, SCBI, UNSP ഓർ ICJ? ഇതിൽ ഏതിന്റെയാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ്. യുഎന്നിന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റേതാണ്. ഓക്കെ, യുഎൻ സെക്യൂരിറ്റി കൗൺസിൽ ആണ് ഇത് കേട്ടോ. യുഎൻ സെക്യൂരിറ്റി കൗൺസിൽ. യുഎൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഒരു റെസൊല്യൂഷൻ ആണ് റെസൊല്യൂഷൻ 1373 എന്ന് പറയുന്നത്. സെപ്റ്റംബർ 2001 ഇതുവരെ സ്വീകരിച്ചത്. വേൾഡ്സ് ലാർജസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചറിംഗ് പ്ലാന്റ് ലൊക്കേറ്റഡ്? എവിടെയാണ് വേൾഡ്സ് ലാർജസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചറിംഗ് പ്ലാന്റ്? ഒരു കൺട്രി ലോകത്തേക്ക് തന്നെ വെച്ച് ഏറ്റവും വലിയ കാർബൺ ഡൈ ഓക്സൈഡിനെ നീക്കം ചെയ്യാനായിട്ട്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാനായിട്ട് അത് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു പ്ലാന്റ് പണിതുണ്ടാക്കിയിട്ടുണ്ട്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തായ്ലാന്റ് ആണോ, ഫ്രാൻസ് ആണോ, ജർമ്മനി ആണോ, അതോ ഐസ്ലൻഡ് ആണോ? റീസെന്റ് ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്, സെപ്റ്റംബർ മന്തിൽ ഇത് ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഐസ്ലൻഡ് ആണ്. ഐസ്ലൻഡ് ആണ്. ക്ലൈംബർഗ് AG എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്ലാന്റ് പണിതിരിക്കുന്നത്. ലാർജസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചറിംഗ് പ്ലാന്റ് ഇൻ ദ വേൾഡ് ആണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെറിബെറി ഇസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ? വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. വൈറ്റമിൻസ് അറിഞ്ഞിരിക്കണം, അതിന്റെ കെമിക്കൽ നെയിംസ് അല്ലെങ്കിൽ സയന്റിഫിക് നെയിംസ് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ അതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ് അതും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ബെറി ഉണ്ടാവുന്നത് ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കാരണമാണ്? B1, B2, വൈറ്റമിൻ എ ഓർ വൈറ്റമിൻ കെ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കാരണമാണ്. വൈറ്റമിൻ B1ന്റെ കെമിക്കൽ നെയിം എന്താണ്? തൈമിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ തൈമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ബെറി എന്ന് പറയുന്നത്. B2നെ പറയുന്നത് റൈബോഫ്ലേവിൻ എന്നാണ്. ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് സ്കിന്നിന്റെ ക്രാക്കിംഗ് ഒക്കെയാണ്. ഓക്കെ, പിന്നെ വൈറ്റമിൻ എ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെറ്റിനോൾ എന്നാണ് ഇതിന്റെ കെമിക്കൽ നെയിം. റെറ്റിനയ്ക്ക് വേണ്ടി ആവശ്യമായിട്ട് വേണ്ട ഒരു വൈറ്റമിൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്, സെറോഫ്താൽമിയ അതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ വൈറ്റമിൻ കെന്റെ കെമിക്കൽ നെയിം ഫിലോക്വിനോൺ എന്നാണ്. ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവില്ല. ഓക്കെ, അപ്പൊ ഹെമറേജസ് ഉണ്ടാകും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബെറിയെ പറ്റിയാണ്. ബെറി ഉണ്ടാകുന്നത് വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കാരണമാണ്. Who is competent to dissolve രാജ്യസഭ? Who is competent to dissolve രാജ്യസഭ? രാജ്യസഭ പിരിച്ചുവിടാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? ചെയർമാൻ ഓഫ് രാജ്യസഭ, പ്രസിഡന്റ്, ജോയിന്റ് സെഷൻ ഓഫ് പാർലമെന്റ് ഓർ നൺ ഓഫ് ദീസ്? എന്താണ് ശരിയായ ഉത്തരം? നമുക്കറിയാം, രാജ്യസഭ എന്ന് പറയുന്നത് ഇതൊരു പെർമനന്റ് ഹൗസ് ആണ് അല്ലെ, ആർക്കും ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല. സോ രാജ്യസഭ ആർക്കും ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് ആണ്. വിച്ച് ഡൈനസ്റ്റി ഓഫ് ഡൽഹി സൽത്തനത്ത് റൂൾഡ് ഫോർ ഷോർട്ടസ്റ്റ് പീരീഡ്? ഷോർട്ടസ്റ്റ് പീരീഡിന് വേണ്ടി ഭരിച്ചത് ഏത് ഡൈനസ്റ്റിയാണ് അണ്ടർ ഡൽഹി സൽത്തനത്ത്? ഖിൽജി ഡൈനസ്റ്റി, തുഗ്ലക് ഡൈനസ്റ്റി, ലോധി ഡൈനസ്റ്റി ഓർ സയ്യദ് ഡൈനസ്റ്റി? ഷോർട്ടസ്റ്റ് പീരീഡിന് വേണ്ടി ഭരിച്ചത് ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഖിൽജി ഡൈനസ്റ്റി ആണ്. ഓക്കെ, ആൻഡ് ലോങ്സ്റ്റ് ടൈം പീരീഡ് ഭരിച്ചത് തുഗ്ലക് ഡൈനസ്റ്റി ആണ്.
ഓക്കെ, അപ്പൊ തെറ്റിക്കരുത്. ഷോർട്ടസ്റ്റ് പീരീഡിന് വേണ്ടി ഭരിച്ച ഡൈനസ്റ്റി ഖിൽജി ഡൈനസ്റ്റി ആൻഡ് ലോങ്സ്റ്റ് ആണ് തുഗ്ലക് ഡൈനസ്റ്റി. വിച്ച് ഇസ് ദ ആസിഡ് പ്രസന്റ് ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ്? നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ വയറിൽ ഉണ്ടാകുന്ന ജ്യൂസ് ആണ്. ദഹിക്കാൻ വേണ്ടിയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ജ്യൂസ് ആണ് ഗ്യാസ്ട്രിക് ജ്യൂസ്. അതിലൊരു ആസിഡ് ഉണ്ട് ഡൈജഷനെ സഹായിക്കുന്ന. ആ ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസിറ്റിക് ആസിഡ് ആണോ, നൈട്രിക് ആസിഡ് ആണോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ, അതോ സൾഫ്യൂറിക് ആസിഡ് ആണോ? ഗ്യാസ്ട്രിക് ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, HCl ആണ്. ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. വാട്ട് ഇസ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഫിറോസ് ഷാ തുഗ്ലക്? തുഗ്ലക് ഡൈനസ്റ്റിയുടെ ഒരു റൂളർ ആയിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്. ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. താരീഖെ ഫിറോസ് ഷാഹി, തുസൂഖെ ഫിറോസ് ഷാഹി, ഫുതൂഹത്തെ ഫിറോസ് ഷാഹി, ഫുതൂഹത്തെ ആലംഗിരി. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ്, ഫുതൂഹത്തെ ഫിറോസ് ഷാഹി ആണ്. ഓക്കെ, ഫുതൂഹത്തെ ഫിറോസ് ഷാഹി. Next question. Blue-green algae is included in fungi, eubacteria, cyanobacteria or protozoa. Blue-green algae നമ്മൾ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തപ്പോൾ അതിൽ പഠിക്കുന്ന ഒന്നാണ്. സോ ബ്ലൂ-ഗ്രീൻ ആൽഗെ വരുന്നത് ഇതിൽ ഏതിന്റെ അണ്ടർ ആണെന്നാണ്. ഓക്കെ, ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സയനോബാക്ടീരിയയുടെ അണ്ടർ വരുന്നതാണ് ബ്ലൂ-ഗ്രീൻ ആൽഗെ. അടുത്ത ചോദ്യം. ബിസിനസ് ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ബൈ അമിത് ഷാ, നരേന്ദ്ര മോദി, മനീഷ് സിസോദിയ ഓർ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്ട് ആണ്, ഒരു പ്രോഗ്രാം ആണ് ബിസിനസ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക്കലി സ്കൂൾ ലെവലിലുള്ള യങ് എന്റർപ്രണേഴ്സിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ധനസഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ബിസിനസ് ബ്ലാസ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞു ഡൽഹി ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ആണ്. ഇത് ലോഞ്ച് ചെയ്തത് ഡൽഹിയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയ മനീഷ് സിസോദിയാണ്. ഓക്കെ, അപ്പൊ മനീഷ് സിസോദിയാണ് ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. How many dynasties were there in Delhi dynasty? Delhi Sultanate അല്ലെങ്കിൽ Delhi. How many dynasties were there in Delhi Sultanate actually? 2, 3, 4 or 5? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 5 ഡൈനസ്റ്റീസ് ആണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് 5 ഡൈനസ്റ്റി? ഫസ്റ്റ് ഉണ്ടായത് സ്ലേവ് ഡൈനസ്റ്റി ആണ് അല്ലെ. ഫസ്റ്റ് ഡൈനസ്റ്റി സ്ലേവ് ഡൈനസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് ഖിൽജി ഡൈനസ്റ്റി വന്നു. നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ ടൈമിലേക്ക് വേണ്ടി റൂൾ ചെയ്തത് ഖിൽജി ഡൈനസ്റ്റിയാണ്. അത് കഴിഞ്ഞ് ഏറ്റവും ലോങ്സ്റ്റ് ടൈം റൂൾ ചെയ്തത് തുഗ്ലക് ഡൈനസ്റ്റി. ഇപ്പൊ തേർഡ് ഡൈനസ്റ്റി തുഗ്ലക് ഡൈനസ്റ്റി. അത് കഴിഞ്ഞിട്ട് വന്നത് സയ്യദ് ഡൈനസ്റ്റിയും ആൻഡ് ലാസ്റ്റ് വൺ ലോധി ഡൈനസ്റ്റി. ഇതാണ് 5 ഡൈനസ്റ്റീസ് അണ്ടർ ഡൽഹി സൽത്തനത്ത്. ഓക്കെ, അപ്പൊ 5 ഡൈനസ്റ്റീസ് ആണ് ഉണ്ടായിരുന്നത്. Which of the following is not a permanent member of UN Security Council? UN Security Councilന്റെ പെർമനന്റ് മെമ്പർ അല്ലാത്തത് ഇതിൽ ഏത് കൺട്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. UK, USA, ഫ്രാൻസ് ഓർ സ്പെയിൻ. ഇതിൽ ഏതാണ് ഒരു പെർമനന്റ് മെമ്പർ അല്ലാത്തത്? അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പെർമനന്റ് മെമ്പേഴ്സ് എന്ന്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ കിട്ടുമല്ലോ. അപ്പൊ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പെർമനന്റ് മെമ്പേഴ്സ് UK, USA, ഫ്രാൻസ്, ചൈന ആൻഡ് റഷ്യ ആണ്. ഓക്കെ, UK, USA, ഫ്രാൻസ്, ചൈന ആൻഡ് റഷ്യ. ഈ 5 എണ്ണമാണ് പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ. അപ്പൊ ഇതിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി സ്പെയിൻ. സ്പെയിൻ ഇതിൽ വരില്ല. Light year is a unit of mass, distance, light intensity or time. പലരും ലൈറ്റ് എന്ന് കാണുമ്പോൾ ഒന്നില്ലെങ്കിൽ ലൈറ്റ് ഇന്റൻസിറ്റി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇയർ എന്ന് കാണുമ്പോൾ ടൈം എന്ന് വിചാരിക്കും. ഇത് രണ്ടുമല്ല. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽസ് ഇൻ എ ഇയർ. ഓക്കെ, അപ്പൊ അതാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ്, അതാണ് ലൈറ്റ് ഇയർ. ഇത് നമ്മൾ ബേസിക്കലി സ്പേസിൽ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. അതായത് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ പ്ലാനറ്റ്സിന്റെ ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തെറ്റിക്കരുത്. ലൈറ്റ് ഇയർ എന്ന് പറയുമ്പോൾ അത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ആണ്. By which of the following can one obtain citizenship of India? ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ ഏതെല്ലാം വഴി കൂടി നമുക്ക് മീൻസ് ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് നമുക്ക് ഏതെല്ലാം വഴിയിലൂടെ കിട്ടും? ബൈ ബർത്ത്, ഇൻഹെറിറ്റൻസ്, by naturalization, all the above.
ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്കറിയാം, നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് അല്ലെ. നമ്മൾ ബ്രിട്ടന്റെ റൂളാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഡുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കൺട്രിയുടെ സിറ്റിസൺസ് ആയിരിക്കും. നമ്മൾ മറ്റുള്ള കൺട്രിയുടെ സിറ്റിസൺസ് ആയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ആകും. ഓക്കെ, സോ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട് ഇറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ബൈ ബർത്ത്, ബൈ ഇൻഹെറിറ്റൻസ്, ബൈ നാച്ചുറലൈസേഷൻ, അതായത് ഓൾ ദി അബവ് ആണ്. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 to 11 സിറ്റിസൺഷിപ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, മഹാവീര ഡൈഡ് അറ്റ്. മഹാവീര നമുക്കറിയാം ജൈനിസത്തിന്റെ പ്രൊപ്പഗേറ്റർ ആയിരുന്നു, അദ്ദേഹം ഫൗണ്ടർ ആയിരുന്നു. ബേസിക്കലി നമ്മൾ ഫൗണ്ടർ എന്ന് പറയാറുണ്ട് ബിക്കോസ് അദ്ദേഹമാണ് ഏറ്റവും അധികം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചിരിക്കുന്നത്. 24th തീർത്ഥങ്കാരിയായിരുന്നു ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എവിടെ വെച്ചാണ് അന്തരിച്ചത് എന്നാണ് ചോദിക്കുന്നത്. വൈശാലിയാണോ, പാവാപുരിയാണോ, നലന്തയാണോ, ദിയോദറാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പാവാപുരിയാണ്. ഓക്കെ, മഹാവീറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇദ്ദേഹത്തിന്റെ ജനനം വൈശാലിയിൽ വെച്ചായിരുന്നു. ഓക്കെ, ജനിച്ചത് വൈശാലിയിലായിരുന്നു. ഇദ്ദേഹം 30ാമത്തെ വയസ്സിലാണ് വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 42ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹത്തിന് ജംബിക ഗ്രാമില് വെച്ച് രജുപാലിക എന്ന് പറയുന്ന നദിയുടെ തീരത്ത് വെച്ചാണ് ഇദ്ദേഹത്തിന് കൈവല്യം ലഭിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ കുറച്ച് പേരുകളാണ്. കേവലിൻ, അതുപോലെ തന്നെ ജിതേന്ദ്രിയ, നിർഗ്രന്ഥ, മഹാവീര, ഇതൊക്കെയാണ് ചില പേരുകൾ. ഓക്കെ, പിന്നെ ഇദ്ദേഹം ഞാൻ പറഞ്ഞു നേരത്തെ അന്തരിച്ച സ്ഥലം പാവാപുരിയാണ്. ഓക്കെ, ബീഹാറിലെ പാവാപുരിയിൽ തന്നെയാണ്. സോ ഇത്രയും സ്ഥലങ്ങളും ഇത്രയും പേരുകളും ഏജും ഓർത്തു വെക്കുക. 30 yearsൽ ഇദ്ദേഹം വീട് വിട്ടിറങ്ങി. 42nd yearsലാണ് ഇദ്ദേഹത്തിന് കൈവല്യം ലഭിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഹു ക്യാൻ അമെൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സും കുറച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്? പ്രസിഡന്റിനാണോ, ലോക്സഭയ്ക്കാണോ, സുപ്രീം കോർട്ടിനാണോ, അതോ പാർലമെന്റിനാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പാർലമെന്റിനാണ്. പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാം, പക്ഷെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ പാടില്ല. ഓക്കെ, സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി അമെൻഡഡ് ബൈ ദി പാർലമെന്റ്. Which instrument is used to measure humidity? Humidity measure ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഏതാണ്? ബാരോമീറ്റർ, ഹൈഡ്രോമീറ്റർ, ഹൈഗ്രോമീറ്റർ ഓർ തെർമോമീറ്റർ? ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഓപ്ഷൻ സി, ഹൈഗ്രോമീറ്റർ ആണ്. ഓക്കെ, ബാരോമീറ്റർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ളതാണ്. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനുള്ളതും, തെർമോമീറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളതാണ് അല്ലെ. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത് ഹൈഗ്രോമീറ്റർ ആണ്. ഓക്കെ, വാട്ട് ഈസ് യെല്ലോ ഗോൾഡ് 48? യെല്ലോ ഗോൾഡ് 48 എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? മാംഗോ ആണോ, പപ്പായയാണോ, ബനാനയാണോ, അതോ വാട്ടർമെലൺ ആണോ? ഇതിൽ ഏതിന്റെ ഒരു വെറൈറ്റിയാണ് നമ്മൾ യെല്ലോ ഗോൾഡ് 48 എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, വാട്ടർമെലൺ ആണ്. ഓക്കെ, വാട്ടർമെലന്റെ ഒരു വെറൈറ്റി ഉണ്ട്, അത് ബെറ്റർ ഈൽഡ് ആൻഡ് പെസ്റ്റ് ടോളറന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അതിന്റെ പേരാണ് യെല്ലോ ഗോൾഡ് 48. Who is the author of the book The Namesake? The Namesake എന്ന് പറഞ്ഞ ബുക്കിന്റെ ഓഥർ ആരാണ്? അരുന്ധതി റോയ്, അമിതാവ് ഘോഷ്, ജുംഫ ലഹരി, കിരൺ ദേശായി. ഇതിൽ ആരാണ് നെയിംസേക്ക് എന്ന് പറഞ്ഞ ബുക്കിന്റെ ഓഥർ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, ജുംഫ ലഹരിയാണ് ദ നെയിംസേക്കിന്റെ ഓഥർ. Who is the founder of Indian National Association? ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ ഫൗണ്ടർ ആരാണ്? സുരേന്ദ്രനാഥ് ബനർജി, ആനന്ദ് മോഹൻ ബോസ്, ബോത്ത് എ ആൻഡ് ബി, ഓരോബിന്ദോ ഘോഷ്? ഇതിനാരാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷന്റെ ഫൗണ്ടർ? ശരിയായ ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസ് രണ്ടുപേരും കൂടിയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഈ അസോസിയേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിക്ലെയർഡ് നാഷണൽ ഓർഗനൈസേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യയാണ്. 1876 ഇത് ഫോം ചെയ്തത്. അന്ന് ഫോം ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു നാഷണൽ ഓർഗനൈസേഷൻ ആയിരുന്നു. ഓക്കെ, അന്ന് ഇതിന്റെ പേര്, ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ഭാരത് സഭ എന്നായിരുന്നു. ആൻഡ് ഇതിന്റെ ആനുവൽ കോൺഫറൻസ് നടന്നുകൊണ്ടിരുന്നത് കാൽക്കട്ടയിൽ വെച്ചാണ്. പിന്നീട് 1885 ഇത് INC-യുമായിട്ട് മെർജ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസും കൂടിയാണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിലെ ഈ 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് അടുത്തൊരു സെഷനുമായിട്ട് കാണാം. അതുവരേക്കും കീപ് പ്രിപ്പയറിംഗ്.
Have a nice day.